പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കേരള കോൺഗ്രസ് എം മുന്നണി വിടുമെന്നൊരു കാര്യമേ പാർട്ടിക്കകത്തില്ലെന്ന മന്ത്രി റോഷി അഗസ്റ്റിൻ പറയുന്നു. കേന്ദ്ര സർക്കാരിനെതിരായ LDFന്റെ സത്യഗ്രഹത്തിൽ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി പങ്കെടുക്കാത്തതിൻ്റെ കാരണം അദ്ദേഹം തന്നെ വ്യക്തമാക്കിയതാണെന്ന് മന്ത്രി പറഞ്ഞു. ചെയർമാൻ നിലപാട് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇത്തരം അഭ്യൂഹങ്ങൾക്ക് പ്രസക്തിയില്ലെന്നും മന്ത്രി പറഞ്ഞു. പാർട്ടി വിഷയങ്ങളിൽ മതാധ്യക്ഷന്മാർ ഇടപെടാറില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി വിളിച്ചോ എന്ന ചോദ്യത്തിന് തന്നെ ആരും വിളിച്ചില്ല എന്നാണ് മന്ത്രി മറുപടി പറഞ്ഞത്. അതേസമയം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുഭരണം തുടരുമെന്നും മന്ത്രി വ്യക്തമാക്കി. കേരള കോൺഗ്രസ് എമ്മിൽ ഭിന്നതയുണ്ടോ, കേരള കോൺഗ്രസ് എം പിളരുകയാണോ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഉടലെടുക്കുന്ന ഈ സമയത്ത് റോഷി അഗസ്റ്റിൻ്റെ പ്രതികരണം ഇടതുമുന്നണിയിൽ അല്ലെങ്കിൽ LDFൽ തുടരുമെന്ന് തന്നെയാണ്. ഒപ്പം തന്നെ ഈ കേരള കോൺഗ്രസ് എമ്മിൻ്റെ സാഹചര്യം നമുക്കറിയാം. 5 MLAമാരുണ്ട് ഇപ്പോൾ കേരള നിയമസഭയിൽ. അപ്പോൾ ഈ ചീഫ് വിപ്പ് കേരള കോൺഗ്രസ് എമ്മിനാണ്, വിപ്പ് സ്ഥാനം കേരള കോൺഗ്രസ് എമ്മിനാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ LDF പരമാവധി പറ്റാവുന്ന രീതിയിൽ തന്നെ കേരള കോൺഗ്രസ് എമ്മിനെ ഈ കാലയളവിലൊക്കെ തന്നെ പരിപാലിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിന് പാലയടക്കമുള്ള മേഖലകളിലേറ്റ തിരിച്ചടി അത് LDFിനുള്ളിൽ ഒരു ചർച്ചയായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണിയും ഒപ്പം കൂടെയുള്ളവരും, അതായത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഒന്നാകെ UDFിലേക്ക് തിരിച്ചെത്തുന്നു എന്നുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ പരക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതിന് പിന്നാലെ തന്നെ ആ ചർച്ചകൾ സജീവമായിരുന്നു. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ നിലവിൽ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കുന്നു, അത്തരത്തിലൊരു ചർച്ചയെ മുന്നണിക്കുള്ളിൽ നടന്നിട്ടില്ല, അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് അത്തരത്തിലൊരു കാര്യമേ ചിന്തിച്ചിട്ടില്ല. മുന്നണി വിടുന്നില്ല, മുന്നണിയിൽ തന്നെ ഉണ്ടാകും. കേന്ദ്ര സർക്കാരിനെതിരായ LDFന്റെ ആ സത്യാഗ്രഹത്തിൻ്റെ ഭാഗമാകുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം വരാത്തതിൻ്റെ വിശദീകരണം ജോസ് കെ മാണി കൃത്യമായിട്ട് പറഞ്ഞു. പക്ഷേ ഇനി വരും മണിക്കൂറുകളിൽ വരും ദിവസങ്ങളിലുള്ള ഈ LDF പ്രതിഷേധം, LDF യോഗത്തിന് പിന്നാലെയുള്ള ജാഥകൾ വരുന്നുണ്ട്. അതിൽ ജാഥ ക്യാപ്റ്റനായി ജോസ് കെ മാണി എത്തില്ല എന്നുള്ള ചില വിവരങ്ങൾ, അത്തരത്തിലുള്ള സൂചനകളൊക്കെ നമുക്ക് ലഭിക്കുന്നു. ഈ വിപ്പ് സ്ഥാനത്തുള്ള N ജയരാജ് ആയിരിക്കും ആ ജാഥ നയിക്കുക. N ജയരാജിന് ജോസ് കെ മാണി നിർദ്ദേശം കൊടുത്തിരിക്കുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. സ്ഥിരീകരിക്കേണ്ടതാണ് ആ വിവരങ്ങൾ. നമുക്കതിലെ ഒരു സ്ഥിരീകരണം അല്ലെങ്കിൽ ജോസ് കെ മാണിയുടെ പ്രതികരണം വന്നതിന് ശേഷം നമുക്ക് ഇക്കാര്യത്തിലൊക്കെ കൂടുതൽ ചർച്ചകളിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ റോഷി അഗസ്റ്റിൻ ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിലെ പ്രധാനപ്പെട്ട MLA അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാവ്, കേരള കോൺഗ്രസ് എമ്മിൽ നിന്നുള്ള മന്ത്രി എന്നുള്ള നിലയ്ക്ക് റോഷി അഗസ്റ്റിൻ്റെ പ്രതികരണം അത്രത്തോളം വിലപ്പെട്ടതാണ്. LDFൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ തുടരും കേരള കോൺഗ്രസ് എം എന്നുള്ളതാണ് റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കുന്നത്.